വൈൽ ലൂപ്പ് ബേസ് ചെയ്തുള്ള പ്രോഗ്രാംസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 2 പ്രോഗ്രാംസ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അത് സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും, അതാണ് സിമിലർ ലോജിക് ഉപയോഗിച്ച് ചെറിയ ഒറ്റ ലൈനിൽ മോഡിഫിക്കേഷൻ വഴി ആംസ്ട്രോങ് നമ്പറിൻ്റെ വാല്യൂ എങ്ങനെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാമെന്നുള്ള പ്രോഗ്രാം നമ്മൾ പറഞ്ഞു. ഇനി അതേ ലോജിക്ക് തന്നെ യൂസ് ചെയ്ത് ഇവിടെ വീണ്ടും ഒരു സിംഗിൾ ലൈൻ ചേഞ്ച് മാത്രം വെച്ച് നമുക്ക് വി ക്യാൻ ചെക്ക് ഓർ ഫൈൻഡ് ദ റിവേഴ്സ് ഓഫ് എ നമ്പർ. അപ്പോൾ 1 2 3 എന്നുള്ള നമ്പർ കൊടുക്കുകയാണെങ്കിൽ 3 2 1 എന്നുള്ള നമ്പർ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. സോ ഫസ്റ്റ് നമ്മൾ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് എടുക്കുന്നു. അതിനുവേണ്ടി ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തു. എൻ്റെ നമ്പർ എന്ന് എഴുതി കാണിച്ചു. ബ്രാക്കറ്റ്സിനോട് ഇൻപുട്ടിൻ്റെ ബ്രാക്കറ്റാണ് ഗ്രീൻ കളറിൽ കാണുന്നത്. ഞാൻ അതിനെ ഫോളോ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇൻ ഫംഗ്ഷൻ ഉണ്ട് ടു കൺവേർട്ട് ദ സ്ട്രിങ് റിസീവ്ഡ് ബൈ ഇൻപുട്ട് ഫംഗ്ഷൻ ടു എ നമ്പർ, ടു ഇൻറ്റിജർ നമ്പർ. അപ്പോൾ ഇൻപുട്ടിൽ നമ്മൾ റീഡ് ചെയ്യുന്ന സ്ട്രിങ് ഫോമാറ്റിലായിരിക്കും എന്ന് പറഞ്ഞു. അതിനെ ഇൻറ്റിജർ ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻ ഫംഗ്ഷനെ യൂസ് ചെയ്തു. ഇൻ്റെ ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ റീഡ് ചെയ്ത് ഇൻറ്റിജർ ആക്കി കൺവേർട്ട് ചെയ്ത് നം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ ആ വാല്യൂ സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് വി ക്യാൻ സി റിവേഴ്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു റിവേഴ്സ് കമ്പ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അല്ലെ പുതിയ വാല്യൂ റിവേഴ്സ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു വേരിയബിൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റിവേഴ്സ് എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതിൻ്റെ വാല്യൂ ഇനിഷ്യലി 0 ആക്കി സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് വയ്ക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഇതുവരെ പറഞ്ഞ കഴിഞ്ഞ രണ്ട് പ്രോഗ്രാംസിൻ്റെ സെയിം ലോജിക്കും ലൂപ്പുമാണ് ഇവിടെ ഒരു മെജോറിറ്റി പോർഷനിൽ വരുന്നത്. അപ്പോൾ ഈ വൈൽ ലൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിംഗിൾ ലൈനിൽ മാത്രമേ നമുക്ക് ചേഞ്ച് ഉള്ളൂ. നേരത്തെ പറഞ്ഞ 2 പ്രോഗ്രാംസിലും ബാക്കി പോർഷൻ സെയിം ആണ്. ഫസ്റ്റ് ബാക്കി 3 ലൈനും സെയിം ആണ്. ഈ 8 ലൈനിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. ആംസ്ട്രോങ് നമ്പറിനായിരുന്നപ്പം ടോട്ടൽ കണ്ടുപിടിക്കുമ്പോൾ ക്യൂബ് കണ്ടുപിടിച്ച് ആഡ് ചെയ്യേണ്ടി വന്നു. സം ഓഫ് ഡിജിറ്റ്സ് ആയിരുന്നപ്പം സിംപ്ലി ഡിജിറ്റ് സം ചെയ്ത് പോകേണ്ടി വന്നു. ഇപ്പോൾ റിവേഴ്സ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്, റിവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കി. നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ 1 2 3 ആണെന്ന് കരുതുക. വൈൽ 1 2 3 ഗ്രേറ്റർ ദാൻ 0. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിജിറ്റ് ഈക്വൽ ടു നമ്പർ 10, അതായത് 123യിലെ ലാസ്റ്റ് ഡിജിറ്റിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നു. സോ 123 ഡിവൈഡ് ബൈ 10 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്വോഷ്യൻ്റ് എന്ത് കിട്ടും, ക്വോഷ്യൻ്റ് ഈക്വൽ ടു 12 കിട്ടും, റിമൈൻഡർ ഈക്വൽ ടു 3 കിട്ടും. അപ്പോൾ നമ്മൾ മോഡ് 10 എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ റിമൈൻഡർ വാല്യൂ ആണ്. സോ 123 മോഡ് 10 ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ദിസ് റിമൈൻഡർ ദാറ്റ് ഇസ് ഈക്വൽ ടു 3. സോ ഡിജിറ്റിൽ 3 കിട്ടി. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മുടെ റിവേഴ്സ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ റിവേഴ്സ് ഈക്വൽ ടു റിവേഴ്സ് ഇൻറ്റു 10 പ്ലസ് ഡിജിറ്റ്. റിവേഴ്സിൽ ഇപ്പോൾ ഓൾറെഡി എന്തുണ്ട്, 0 ആണുള്ളത്. സോ 0 ഇൻറ്റു 10 മീൻസ് 0 പ്ലസ് ഡിജിറ്റ്. ഡിജിറ്റിൽ ഇപ്പോൾ എന്തുണ്ട്, ഈ റിമൈൻഡർ വാല്യൂ അതായത് 3, ദാറ്റ് ഈസ് 0 ഇൻറ്റു 10 പ്ലസ് 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു 10 ഈക്വൽ ടു 0 ആവും, പ്ലസ് 3 എന്ന് പറയുമ്പോൾ 3 തന്നെ. അപ്പോൾ റിവേഴ്സിലെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് 3 ആക്കി. അതായത് ഫസ്റ്റ് ഡിജിറ്റ് നമ്മൾ ഉള്ള ഒറിജിനൽ നമ്പറിലെ ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തു. ആ ലാസ്റ്റ് ഡിജിറ്റ് റിവേഴ്സിലെ ഫസ്റ്റ് ഡിജിറ്റായിട്ട് നമ്മൾ ഇപ്പോൾ എൻ്റർ ചെയ്ത് വെച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നം ഈക്വൽ ടു നം ഫ്ലോർ ഡിവിഷൻ ബൈ 10. നമ്മളിപ്പോൾ എന്തുണ്ട് 123 ആണുള്ളത്. സോ 123 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്കറിയാം നോർമലി നമ്മൾ ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 12.3 ആണ് കിട്ടേണ്ടത്. ഇപ്പോൾ ഇതിൽ ഫ്ലോർ ഡിവിഷൻ ആകുമ്പോഴത്തേക്ക് ഈ 0.3 അത് ഒഴിവാക്കും. എന്നിട്ട് താഴേക്ക് റൗണ്ട് ചെയ്യുന്ന ദാറ്റ് ഈസ് വാല്യൂ വിൽ ബി 12. സോ നം ഈക്വൽ ടു 12 ആയിട്ട് മാറും. അപ്പം ലൂപ്പിനുള്ളിൽ കയറി ഒരു പ്രാവശ്യം 3 സ്റ്റേറ്റ്മെൻറ്റ്സും ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ വീണ്ടും എങ്ങോട്ടേക്ക് പോകും, വൈലിലേക്ക് പോകും. അപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ നമ്മൾ ഈ ലൂപ്പിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയായിരുന്നു, 12 ആണ്. സോ 12 ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കി, ആണ്. സോ യു നീഡ് ടു ഫൈൻഡ് ദ ലാസ്റ്റ് ഡിജിറ്റ്. അപ്പം 12 മോഡ് 10 ആണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. സോ 12 മോഡ് 10 എന്ന് പറയുമ്പോൾ 12 ബൈ 10 ചെയ്തു. ഇപ്പോൾ ക്വോഷ്യൻ്റ് ഈക്വൽ ടു എന്ത് കിട്ടി, 1 കിട്ടി. റിമൈൻഡർ ഈക്വൽ ടു 2 കിട്ടി. സോ 12 മോഡ് 10 എന്ന് പറയുമ്പം 12നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ വാല്യൂ എടുക്കുന്നു, ദാറ്റ് ഈസ് 2. അപ്പോൾ ഡിജിറ്റിലേക്ക് ഇപ്പോൾ എന്ത് വന്നു, 2 വന്നു. റിവേഴ്സിൽ ഇപ്പോൾ ഓൾറെഡി എന്തുണ്ട്, 3 ആണുള്ളത്. അപ്പോൾ ഈ 3നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ചെയ്യേണ്ടത്, 3 ഇൻറ്റു 10 പ്ലസ് ഡിജിറ്റിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ എന്ത് കിട്ടിയേ, 2 ആണ് കിട്ടിയത്. അത് വെച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. സോ 3 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എത്രയായി, 30 ആയി. 30 പ്ലസ് 2 എന്ന് പറയുമ്പോൾ എത്രയായി, 32. അപ്പോൾ മനസ്സിലായല്ലോ, 321 ആണ് നമുക്ക് കിട്ടേണ്ടത്. അതിന് നമുക്ക് അതിലേക്ക് സെക്കൻഡ് ഡിജിറ്റ് നമ്മൾ ടെൻസിൻ്റെ പ്ലേസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 ഇൻറ്റു 10 പ്ലസ് ആ നമ്പർ ആഡപ്പ് ചെയ്തത്. സോ 3 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 30 കിട്ടി, 30 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 32 കിട്ടി. അപ്പോൾ 32 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ആയി. അപ്പോൾ 123നെ നമുക്ക് റിവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ 321 എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിൽ 32 എന്നുള്ള പോർഷൻ നമ്മളവിടെ എത്തിച്ചു. നെക്സ്റ്റ് 1 ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം, 38നെ ഒന്നുകൂടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ 320 ആവും. പിന്നെ ബാക്കി നെക്സ്റ്റ് വരുന്ന ഡിജിറ്റ് ഏതാണോ ആ ഡിജിറ്റിനെ ആഡ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നം ഈക്വൽ ടു നം ഫ്ലോർ ഡിവിഷൻ ബൈ 10. അപ്പോൾ നമ്മിൽ ഇപ്പോൾ ഓൾറെഡി എന്താണുള്ളത്, 12 ആണുള്ളത്.
അപ്പോൾ ഈ 12നെ നമ്മൾ വീണ്ടും ഫ്ലോർ ഡിവിഷൻ ചെയ്യുന്നു ബൈ 10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോർമലി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.2 ആണ് കിട്ടുന്നത്. ഫ്ലോർ ഡിവിഷൻ ആയതുകൊണ്ട് ഈ പോയിന്റിനെ നമ്മൾ ഒഴിവാക്കി 1ലേക്ക് തന്നെ റൗണ്ട് ചെയ്യും. അപ്പം നം ഈക്വൽ ടു 1 ആയി. എന്നിട്ട് നമ്മൾ വീണ്ടും വൈൽ ലൂപ്പിൽ പോയി. വൈൽ നം ഗ്രേറ്റർ ദാൻ 0. 1 ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ. നെക്സ്റ്റ് ഡിജിറ്റ് ഈക്വൽ ടു നം മോർ 10. അവിടെ നമ്മൾ ചെയ്യേണ്ട അപ്പോൾ എന്താ? 1 മോർ 10. അപ്പോൾ 1നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കോഷ്യൻ്റ് എന്ത് കിട്ടും? 0 കിട്ടും. റിമൈൻഡർ വാല്യൂ ഈക്വൽ ടു 1. അപ്പോൾ ആ ലാസ്റ്റ് ഡിജിറ്റ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടി. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? റിവേഴ്സ് ഈക്വൽ ടു റിവേഴ്സ് ഇൻറ്റു 10 പ്ലസ് ഡിജിറ്റ്. റിവേഴ്സിൽ ഇപ്പോൾ ഓൾറെഡി 32 ഉണ്ട്. അപ്പോൾ 32 നമ്മൾ എന്ത് ചെയ്യണം? 32 ഇൻറ്റു 10 ചെയ്യണം. 32 ഇൻറ്റു 10. അപ്പോൾ നമുക്ക് 320 കിട്ടും. പ്ലസ് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ച മുകളിലത്തെ സ്റ്റെപ്പിൽ കിട്ടിയ ഡിജിറ്റിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 1. സോ 320 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 321. നെക്സ്റ്റ് താഴെ വന്ന് നം ഈക്വൽ ടു നം ഡിവൈഡ് ബൈ 10. നമ്മിൽ ഓൾറെഡി 1 ആണുള്ളത്. സോ 1 ഫ്ലോർ ഡിവിഷൻ ബൈ 10 ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 0.1 ആണ് കിട്ടുക. ഇനി ഫ്ലോർ ഡിവിഷൻ ആയതുകൊണ്ട് ഈ 0.1 അത് ഒഴിവാക്കും. 0 എന്ന് പറഞ്ഞാൽ ഇൻഡിജർ വാല്യൂ മാത്രമേ എടുക്കുള്ളൂ. നെക്സ്റ്റ് ടൈം വീണ്ടും നമ്മൾ ലൂപ്പിലേക്ക് പോയി. കണ്ടീഷൻ അവിടെ 0 ഗ്രേറ്റർ ദാൻ 0 ഫോൾസ് ആയി. അപ്പോൾ ഈ വൈൽ ലൂപ്പിലെ പ്രോസസ്സിങ് കഴിഞ്ഞു. നേരെ പുറത്തിറങ്ങി പ്രിന്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു, റിവേഴ്സ് നമ്പർ ഈസ് എന്ന് എഴുതി കാണിച്ചു. അതിനുവേണ്ടി ഡബിൾ കോട്ട്സിനുള്ളിൽ അതിനെ കൊടുത്തു. ദെൻ കോമ സെപ്പറേറ്റ് ചെയ്ത് നെക്സ്റ്റ് എന്ത് കൊടുത്തു? ആ റിവേഴ്സിൽ നമുക്ക് കിട്ടിയ വാല്യൂ, അതാണ് നമ്മളുടെ 321 എന്ന് പറഞ്ഞ വാല്യൂ. അപ്പോൾ റൺ ചെയ്ത് നോക്കാം. 123 റിവേഴ്സ് നമ്പർ ഈസ് 321. 489 reverse number is 984. Next program is to check if a number is a palindrome. Palindrome എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും വായിക്കുമ്പോൾ നമുക്ക് ഒരേപോലെ കിട്ടുന്ന ടേംസിനെ നമ്മൾ പാലിൻഡ്രോം എന്ന് പറയാം. അപ്പോൾ സ്ട്രിങ്സ് പാലിൻഡ്രോം ഉണ്ടാവും, അതുപോലെ നമ്പേഴ്സും പാലിൻഡ്രോം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നമ്പർ 232. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് എഴുതിയാലും ബാക്കിൽ നിന്ന് എഴുതിയാലും എന്ത് തന്നെയാണ്? 232 ആണ്. 232 ഇവിടുന്ന് അങ്ങോട്ടും 232 തന്നെ. ഇനി അതുപോലെ നമ്മൾ സ്ട്രിങ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മലയാളം, ഇവിടുന്ന് അങ്ങോട്ട് റീഡ് ചെയ്താലും അവിടെ നിന്ന് ഇങ്ങോട്ട് റീഡ് ചെയ്താലും സെയിം ആണ്. MALA, YALA. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രിങ്സിനെ നമ്മൾ പാലിൻഡ്രോം എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്ന ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അല്ല റീഡ് ചെയ്തിട്ട് ആ നമ്പർ പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും റീഡ് ചെയ്യുമ്പോൾ ഒരേ നമ്പർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്ന് റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് മീനിങ് എന്താ? ഫ്രണ്ടിൽ നിന്ന് വെച്ചാൽ നോർമലി നമ്മൾ ആ നമ്പറിനെ റീഡ് ചെയ്യുന്നു. ബാക്കിൽ നിന്ന് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? റിവേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു നമ്പറിൻ്റെ ആക്ച്വൽ വാല്യൂവും അതിൻ്റെ റിവേഴ്സ് വാല്യൂവും എടുത്തിട്ട് അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? വി ക്യാൻ സേ ദാറ്റ് നമ്പർ ഈസ് എ പാലിൻഡ്രോം. അപ്പോൾ നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞ റിവേഴ്സ് പ്രോഗ്രാമിന് ചെറിയൊരു മോഡിഫിക്കേഷൻ മാത്രം ചെയ്താൽ മതി നമ്മുടെ പാലിൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ഈ പ്രോഗ്രാം നമ്മൾ റിവേഴ്സ് വരെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കിട്ടിയ റിവേഴ്സും ഒറിജിനലി നമ്മൾ റീഡ് ചെയ്യുന്ന നമ്പറും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്പർ പാലിൻഡ്രോം ആണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇത്രയും പോർഷൻ ഈ വൈൽ ലൂപ്പ് ഒക്കെ അങ്ങനെ തന്നെ നമ്മളിവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. അതേ സ്റ്റെപ്സ് തന്നെ റിവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെക്ക് ചെയ്തേക്കുന്നത്? ഈ കിട്ടിയ റിവേഴ്സും നമ്മൾ ഒറിജിനൽ നമ്പറും സെയിം ആണോ നോക്കി. ഇനി ഇവിടെ നമ്മൾ അഡീഷണൽ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാം, ടെംപ് ഈക്വൽ ടു നം. ഇതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ആംസ്ട്രോങ്ങിൻ്റെ കേസിൽ ഇതുപോലെ നമ്മൾ ഒറിജിനൽ ഈക്വൽ ടു നം എന്ന് പറഞ്ഞൊരു ബാക്കപ്പ് എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഈ ലൂപ്പിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ റീഡ് ചെയ്യുന്ന നമ്പറിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് റീഡ് ചെയ്ത നമ്പറിൻ്റെ കോപ്പി നമുക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഉള്ളതുമായിട്ട് കമ്പാരിസൺ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ടെംപ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഈ നം എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ ഒരു ബാക്കപ്പ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലൂപ്പിനുള്ളിൽ ടെംപാണ് അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്പർ വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്പറാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടെംപ് യൂസ് ചെയ്യാം. ഈ ടെംപാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്പർ യൂസ് ചെയ്യാം. രണ്ടിലും ഇനീഷ്യലി ഒരേ വാല്യൂ ഉള്ളത്. ലൂപ്പിനുള്ളിൽ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ വാല്യൂസ് അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു ലൂപ്പ് ഞാൻ ഇനി പറയുന്നില്ല, നമ്മൾ റിവേഴ്സിൽ പറഞ്ഞ അതേ ലോജിക്ക് തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ റീഡ് ചെയ്ത നമ്പർ എന്താണോ ആ നമ്പർ ടെമ്പററി എന്ന് പറഞ്ഞ വേരിയബിളിലും നം എന്ന് പറഞ്ഞ വേരിയബിൾ രണ്ടിലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് റീഡ് ചെയ്തു, ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് തന്നെ കൺവേർട്ട് ചെയ്ത് ഇൻറ്റിജർ ആക്കി, ആദ്യം നമ്മിലേക്ക് ഒരു കോപ്പി സേവ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? അതിന് ടെമ്പ് എന്ന് പറഞ്ഞ വേറൊരു വേരിയബിളിലേക്ക് കൂടെ അതിന് കോപ്പി കൊടുത്തു. നേരത്തെ പ്രോഗ്രാമുമായിട്ട് യാതൊരു ചേഞ്ചും ഇല്ലാത്ത രീതിയിലേക്ക് ഇപ്പോൾ ഞാൻ പ്രോഗ്രാം മാറ്റി. അപ്പോൾ ഈ ലൂപ്പിനുള്ളിൽ നം തന്നെ യൂസ് ചെയ്തു, കമ്പാരിസന് വേണ്ടി നമ്മൾ ടെമ്പ് യൂസ് ചെയ്തു. അപ്പോൾ വൈൽ നമ്പർ ഗ്രേറ്റർ ദാൻ 0, നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ലാസ്റ്റ് ഡിജിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ഡിജിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? റിവേഴ്സ് നമ്മൾ ഇനിഷ്യലി 0 ആക്കി, 0 × 10 പ്ലസ് ഈ പർട്ടിക്കുലർ ഡിജിറ്റ് ആഡ് ചെയ്തു. ഈ പറഞ്ഞ റിവേഴ്സിൻ്റെ അതേ ലോജിക്ക് തന്നെ അതേ കോഡ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൂപ്പ് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയിരിക്കണം? നമ്പറിന് റിവേഴ്സ് കിട്ടിയിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്? ഒരു ഈഫ് എൽസ് നമ്മൾ ആഡ് ചെയ്തു.
സോ കമ്പയർസ് ദ റിവേഴ്സ്ഡ് ആൻഡ് ഒറിജിനൽ നമ്പർ. അപ്പോൾ ഒറിജിനൽ നമ്പർ നമ്മിലുണ്ടായിരുന്നു, നമ്മൾ നമ്മ ഇതിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്ത് പോയി. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു ബാക്കപ്പ് ആയിട്ട് ഈ ടെമ്പ് എന്ന് പറഞ്ഞ വേരിയബിൾ അതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെക്ക് ചെയ്ത് നോക്കുക, ഇവിടെ നമുക്ക് കിട്ടിയ റിവേഴ്സിൻ്റെ വാല്യൂവും ഈ ടെമ്പിലുള്ള വാല്യൂവും സെയിം ആണോ നോക്കുക. അപ്പോൾ സെയിം ആണോ നോക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമ്പാരിസൺ ഓപ്പറേറ്ററാണ് ഈ കാണുന്ന ഡബിൾ ഈക്വൽ ടു. സോ ഇഫ് റിവേഴ്സ് ഈസ് ഈക്വൽ ടു ടെം, അപ്പോൾ റിവേഴ്സിലുള്ളതും ടെമ്പിലുള്ളതും സെയിം ആണെങ്കിൽ വി ക്യാൻ പ്രിന്റ് ദാറ്റ് നമ്പർ ഇസ് എ പാലൻഡ്രോം. അപ്പോൾ ഈഫിൻ്റെ അതിൽ കോളം ആണല്ലോ ശ്രദ്ധിച്ചോളുക. ഇനി ഈഫ് ഈക്വൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എൽസിലേക്ക് പോകും. അവിടെ നമ്മൾ കോളം സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രിൻസ് ഇറ്റ് ഈസ് നോട്ട് എ പാലൻഡ്രോം. റൺ ചെയ്ത് നോക്കാം. 232 കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പാലൻഡ്രോം. ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് ഒരേപോലെ റീഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് 456 ഇറ്റ് ഈസ് നോട്ട് എ പാലൻഡ്രോം. അപ്പോൾ നമുക്ക് 4 പ്രോഗ്രാംസ് ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സിമിലർ ലോജിക്ക് വെച്ച് ഒരു സിംഗിൾ ലൈൻ മാത്രം ചേഞ്ച് ചെയ്ത് പറഞ്ഞു. സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം പറഞ്ഞു, ആംസ്ട്രോങ് നമ്പർ ആണെന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞു. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് റിവേഴ്സ് കണ്ടുപിടിക്കാനും, ഈ റിവേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആ നമ്പർ പാലൻഡ്രോം ആണോ അല്ലയോ എന്ന് നോക്കാനും. അപ്പോൾ ഈ ആദ്യത്തെ 3 പ്രോഗ്രാംസിൽ ഈ ഒരൊറ്റ സിംഗിൾ ലൈൻ മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുള്ളൂ ലൂപ്പിനുള്ളിൽ, ബാക്കിയെല്ലാം അതേപടി തന്നെ. ഇപ്പോൾ ആംസ്ട്രോങ് നമ്പറിൻ്റെ കേസിലാണെങ്കിലും ഈ പാലൻഡ്രോമിൻ്റെ കേസിലാണെങ്കിലും നമുക്ക് ലാസ്റ്റ് ഒരു കമ്പാരിസൺ കൂടി വരും. നമ്മളുടെ ഒറിജിനൽ റിക്വയർഡ് വാല്യൂ എന്താണോ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് പാലൻഡ്രോം ആണോ അല്ലെ ആംസ്ട്രോങ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് പ്രോഗ്രാം ടു ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ. നമ്മൾ ഫസ്റ്റ് സം ഓഫ് ഡിജിറ്റ്സ് പറഞ്ഞിരുന്നു, അതേ പ്രോഗ്രാം തന്നെയാണ് ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ഡിജിറ്റിലും വരുന്നത്. നമ്മളെ ലൂപ്പിനുള്ളിൽ ഇവിടെ നമ്മൾ നേരത്തെ എന്താ ചെയ്തത്, ടോട്ടൽ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് സം ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ടോട്ടൽ ഈക്വൽ ടു ടോട്ടൽ പ്ലസ് ഡിജിറ്റ്. സം ചെയ്ത് പോയി, ഓരോ ഡിജിറ്റ് കണ്ടുപിടിച്ചു, ടോട്ടലിലേക്ക് ആഡ് ചെയ്ത് പോയി. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യുന്നതിന് പകരം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടാക്കി അതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പോവാം. പത്രങ്ങളോട് ചെയ്യുന്നത് പ്രോഡക്റ്റ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഇൻറ്റു ഡിജിറ്റ്. ഇനി സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ സമ്മിൽ ഇനിഷ്യലി എന്താക്കി വെച്ചു, 0 ആക്കി വെച്ചു. ഇപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് 0 ആക്കി വയ്ക്കുമല്ല വേണ്ട, 0 ആക്കി വെച്ചാൽ എന്തായി, എൻ്റെ ആൻസർ 0 ആയി പോകും. 0 ഇൻറ്റു സംതിങ് എന്ന് വരും. അപ്പോൾ അതിന് പകരം പ്രോഡക്റ്റിൻ്റെ കേസിൽ നമ്മൾ ഇനിഷ്യൽ വാല്യൂ എന്തായിട്ട് കൊടുക്കണം, 1 ആയിട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ ഡിഫറൻസ്. ഫസ്റ്റ് നമുക്ക് ഏത് നമ്പറിനെയാണോ പ്രോഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കേണ്ടത് അത് എൻ്റർ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു, എൻ്റർ എ നമ്പർ എന്ന് സ്ട്രിങ് അതിൽ എഴുതി കാണിച്ചു. അപ്പം നമുക്ക് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് തന്നെ എന്ത് ചെയ്യണം, സ്ട്രിങ് ഫോർമാറ്റിലായിരിക്കും. അതിനെ ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ചു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് അതിലേക്ക് നമ്മൾ ഇൻപുട്ടിൽ റീഡ് ചെയ്ത് എന്താണോ അതങ്ങ് കൊടുത്തു. എന്തിനു വേണ്ടിയാണ്, അതിനെ ഇൻറ്റിജർ വാല്യൂക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. കൺവേർട്ട് ചെയ്ത് അത് നം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പ്രോഡക്റ്റ് ഈക്വൽ ടു 1. നേരത്തെ സമ്മിൻ്റെ കേസിൽ എന്തായിരുന്നു കൊടുത്തത്, ടോട്ടൽ ഈക്വൽ ടു 0 ഉണ്ടല്ലോ. 0യോട് ആഡപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ ഈക്വൽ ടു 0 കൊടുത്തത്. ഇവിടെ പ്രോഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് പോകേണ്ടത് കൊണ്ട് പ്രോഡക്റ്റ് ഈക്വൽ ടു 1 ആക്കി ഇനിഷ്യലൈസ് ചെയ്തു. ഇനി നമ്മൾ ലൂപ്പിനുള്ളിൽ കയറി. ഇതിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് വൈൽ ലൂപ്പിൻ്റെ കണ്ടീഷൻ സെയിം ആണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് സെയിം ആണ്, ലാസ്റ്റ് ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്, നമ്മിനെ അപ്ഡേറ്റ് ചെയ്യുന്നതും സെയിം ആണ്. ആകെ ചേഞ്ച് എവിടെ മാത്രമേ ഉള്ളൂ, ഈ ഒരു സ്റ്റെപ്പിൽ മാത്രമേ ഉള്ളൂ. പ്രോഡക്റ്റ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഇൻറ്റു ഡിജിറ്റ്. അപ്പോൾ പ്രോഡക്റ്റിൽ ഇനിഷ്യലി 1 ആണ്. സോ 1 ഇൻറ്റു ഓരോ പ്രാവശ്യവും കിട്ടുന്ന ലാസ്റ്റ് ഡിജിറ്റ് എന്താണോ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവാം. ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുത്ത നമ്പർ 45 ആണെന്ന് കരുതുക. സോ വൈൽ 45 ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ ഇസ് ട്രൂ. സോ ഡിജിറ്റ് ഈക്വൽ ടു 45 mod 10. 45 mod 10 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, 45നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ വാല്യൂ എടുക്കുക. റിമൈൻഡർ എത്ര കിട്ടും നമുക്ക്, 5 ആയിരിക്കും നമുക്ക് റിമൈൻഡർ വാല്യൂ കിട്ടുക. അപ്പോൾ ഡിജിറ്റിൽ 5 ഉണ്ട്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഇൻറ്റു ഡിജിറ്റ്. പ്രോഡക്റ്റിൽ ഇപ്പോൾ ഓൾറെഡി എന്താണുള്ളത്, 1 ആണുള്ളത്. സോ 1 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ വാല്യൂ വെച്ച് പ്രോഡക്റ്റ് അപ്ഡേറ്റഡ് ആയി. ഈ നെക്സ്റ്റ് നം ഈക്വൽ ടു നം ഫ്ലോർ ഡിവിഷൻ ബൈ 10. നമ്മളിപ്പോൾ ഓൾറെഡി ഉള്ള 45 അവിടെ തന്നെ ഉണ്ട്. സോ ദാറ്റ് ഈസ് 45 ഫ്ലോർ ഡിവിഷൻ ബൈ 10. 45 നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നോർമലി കിട്ടുക 4.5 ആണ്. അത് നമുക്ക് ഫ്ലോർ ഡിവിഷൻ ആയതുകൊണ്ട് ഈ 0.5 നമ്മൾ ഒഴിവാക്കി അതിനെ താഴേക്ക് റൗണ്ട് ചെയ്ത് 4 എന്ന് പറഞ്ഞ വാല്യൂ ആണ് അത് കിട്ടുക. ഇനി ഈ 4 അങ്ങോട്ടേക്ക് പോയി 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. വീണ്ടും നമ്മൾ വൈൽ ലൂപ്പിൻ്റെ കണ്ടീഷനിലേക്ക് എത്തി. സോ വൈൽ 4 ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷൻ ട്രൂ ആണ്. നെക്സ്റ്റ് നമ്മൾ അതിനുള്ളിൽ കയറി എന്ത് ചെയ്യുക, 4 mod 10 കണ്ടുപിടിക്കുക. 4 mod 10 ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് വാല്യൂ 4 തന്നെ കിട്ടും. സോ ഡിജിറ്റിൽ ഇപ്പം 4 ഉണ്ട്. ഈ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഇൻറ്റു ഡിജിറ്റ്. പ്രോഡക്റ്റിൽ ഇപ്പോൾ ഉള്ള വാല്യൂ എന്താണ്, 5 ആണ്. ഈ വാല്യൂ നമ്മൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യും, 5 ഇൻറ്റു ഇപ്പോൾ കിട്ടിയ ഡിജിറ്റ് എന്താണ്, തൊട്ട് മുകളിൽ കണ്ടുപിടിച്ച ഡിജിറ്റ് ദാറ്റ് ഈസ് 4. 5 ഇൻറ്റു 4 നമ്മൾ ചെയ്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 കിട്ടി. ദെൻ നം ഈക്വൽ ടു നം ഫ്ലോർ ഡിവിഷൻ ബൈ 10. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണുള്ളത് വാല്യൂ,
സോ നമ്മിൽ വാല്യൂ 4 ആണ് ഉണ്ടായിരുന്നത്. 4നെ ഫ്ലോർ ഡിവിഷൻ ചെയ്തു ബൈ 10. അപ്പോൾ എന്ത് കിട്ടി? 0.4 ആണ് നമുക്ക് കിട്ടുക. ഇനി ഫ്ലോർ ഡിവിഷൻ ആയതുകൊണ്ട് ഈ 0.4നെ നമ്മൾ ഒഴിവാക്കി 0യിലേക്ക് റൗണ്ട് ചെയ്യുന്നു. സോ നം ഈക്വൽ ടു 0 ആയി. വീണ്ടും നമ്മൾ ലൂപ്പിലേക്ക് പോയി. വൈൽ 0 ഗ്രീറ്റർ ദാൻ 0 കണ്ടീഷൻ ഫോൾസ് ആയി. വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് എന്ത് കിട്ടി? പ്രിൻസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഡിജിറ്റ് ഈക്വൽ ടു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. പ്രൊഡക്റ്റ് പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ ഉടനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതിനുള്ളിൽ എന്തൊക്കെയാണ് പ്രിന്റ് ചെയ്യുക എന്നുള്ളത് കൊടുക്കുക. ഫസ്റ്റ് പ്രിന്റ് ചെയ്യേണ്ട സ്ട്രിങ് പ്രൊഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ് ഈക്വൽ ടു, അതങ്ങനെ തന്നെ എഴുതി കാണിച്ചു. പിന്നെ നമ്മൾ കോമ കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് എന്താ? ഒരു വേരിയബിൾ ആണ്, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച പ്രൊഡക്റ്റ് വാല്യൂ എന്താണോ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേരിയബിൾ നെയിം ഇവിടെ യൂസ് ചെയ്യുന്നത്. റൺ ചെയ്യാം. 156 1 × 5 × 6 നമുക്ക് 30 കിട്ടും. $562 കിട്ടും. 6 × 2 12 കിട്ടും. 12 × 5 60 കിട്ടും.